ജസ്ന സലീം കൃഷ്ണന്റെ പടം വരച്ച് മാത്രം ലക്ഷങ്ങൾ വരെയുള്ള ഒരു വീടാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് കഴിഞ്ഞ ദിവസം ജസ്ന സലീമിന്റെ യൂട്യൂബ് ചാനലിനകത്ത് അവർ പുറത്തുവിടുന്നുണ്ട്. ഓരോ മാസവും എത്രത്തോളം കൃഷ്ണന്റെ പടങ്ങൾ വരച്ചിട്ടു, എത്രത്തോളം രൂപ ഇതിനകത്തുനിന്ന് കിട്ടി, 10,000 തന്നെ പലത്തെ സെറ്റുകൾ എന്നുള്ള രീതിയിൽ ഓരോ മാസത്തെ കണക്ക്. നല്ലൊരു വരുമാന മാർഗം കൃഷ്ണന്റെ പടം വരച്ച് ജസ്ന സലീം നേടുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ, ജസ്ന സലീമുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പ് ഞാൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു വെറൈറ്റി മീഡിയക്കകത്ത്. അപ്പോൾ അവർ ഒരേറെയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ അവർ മതം വിടുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. കുറേ ആൾക്കാർ അത് ആഘോഷിക്കുന്നത് കാണുന്നു, കുറേ ആൾക്കാർ അവരെ ആക്ഷേപിക്കുന്നത് കാണുന്നു. എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ ഈ ജസ്ന സലീമിനെ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗുരുവായൂർ അമ്പലത്തിന് മുമ്പിൽ ഒരു തട്ട വിട്ടൊരു പെൺകുട്ടി കൃഷ്ണൻ്റെ ഒരു പടമൊക്കെ വരച്ച് വളർന്ന് നിൽക്കുന്നു. അത് ആ ഒരു ഫോട്ടോയ്ക്ക്, ആ ഫ്രെയിമിന് വളരെ പ്രാധാന്യമുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ഒരു പെൺകുട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ചാൽ, അവർ ഏകദൈവ വിശ്വാസിയാണ്. പിന്നെ ഇത് ഞാൻ ഇതിനകത്ത് കാണുന്നത് എന്താ വെച്ചാൽ, ജസ്ന സലീം ചെയ്തത് അവരുടെ കഴിവ് വെച്ചൊരു ഫോട്ടോ വരയ്ക്കും. ആ ഫോട്ടോ വരച്ചിട്ട് അവർ ജീവിക്കാൻ വേണ്ടി അത് വിൽക്കുകയാണ് ചെയ്തത്. അത് അങ്ങനെ കണ്ടാൽ തീരേണ്ട പ്രശ്നമുള്ളായിരുന്നു. കുറേ ആൾക്കാർ അതിനകത്ത് മതം കയറ്റി. എന്ന് വെച്ചാൽ ഒരു മുസ്ലിം പെൺകുട്ടി കൃഷ്ണൻ്റെ പടം വരച്ച എന്തോ വലിയ മോശമാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. കുറേ ആൾക്കാർ അങ്ങനെ ആക്ഷേപിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഓരോ മാസം ഒരു 6,000-7,000 രൂപ വെച്ച് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണ്, അവർ വരച്ച് അങ്ങനെ ജീവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ തലയിൽ കിടക്കുന്ന തട്ടം കണ്ടുകൊണ്ടാണ് നിങ്ങൾ വെള്ളം വെക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 10,000 രൂപ വെച്ച് മാസം അയച്ചു കൊടുക്കുക. അങ്ങനെ ആരും അയച്ചു കൊടുക്കത്തില്ല. അവർ ഫോട്ടോ, ആ കൃഷ്ണൻ്റെ പടം വരച്ചത് വലിയ പ്രശ്നം ഉണ്ടാക്കി അവരും ഭയങ്കര രീതിയിൽ ആക്രമിക്കുന്നുണ്ട്. അവരൊരു പടം വരയ്ക്കാൻ ഒരു കഴിവുണ്ട്. ആ കഴിവ് വെച്ചിട്ട് അവർ കൃഷ്ണൻ്റെ ഒരു പടം വരച്ചു. ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പ്രത്യേകത, പല സ്ഥലത്തു നിന്നും ആൾക്കാർ വരുന്നവരാണ്. അത് കണ്ട് കുറേ ആൾക്കാരത് വാങ്ങി. അപ്പോൾ അവരുടെ നോട്ട്ബുക്ക് നോക്കാമെന്ന് എഴുതി ഈ മാസത്തെയും കഴിഞ്ഞ മാസത്തെയൊക്കെ ലിസ്റ്റ് കിടപ്പുണ്ട്. കൃഷ്ണൻ്റെ പടം വരച്ചിട്ട് അവർ പലരും അഡ്വാൻസ് കൊടുക്കും, പലരും പേയ്മെൻറ്റ് കൊടുക്കും. നല്ല വരുമാനം, 10,000 രൂപയൊക്കെ അതിനകത്ത് പേയ്മെൻറ്റ് കിടക്കുന്നത് കാണാം. അതായത് നല്ലൊരു വരുമാനം, ഒരു മാസം നല്ലൊരു വരുമാനം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരാൾ ജീവിക്കാൻ വേണ്ടിയുള്ളൊരു വരുമാനമായിട്ട് അങ്ങ് കണ്ടാൽ തീരേണ്ട പ്രശ്നമുള്ളായിരുന്നു. അന്ന് മുതൽ കുറേ ആൾക്കാർ അവരുടെ തട്ടം, എൻ്റെ മതം, നിങ്ങളുടെ മതം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ച് കച്ചറയുണ്ടാക്കി. അത് ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ചെല്ലുക, അവിടെ ഇരിക്കുന്ന എല്ലാ പ്രോഡക്റ്റും നമ്മുടെ ആൾക്കാർ മാത്രം ഉണ്ടാക്കുന്നതൊന്നുമല്ല. പല മതത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ കൃഷി ചെയ്യാൻ നേരത്തെ പൂജ നടത്തുന്നതുകൊണ്ട്, അല്ലെങ്കിൽ വെഞ്ചരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ വേറെ പല പരിപാടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഓരോരുത്തർക്ക് വരുന്നത്. അത് ചിലപ്പം ഒരു ആരാധനാലയത്തിലായിരിക്കും വരുന്നത്. ഈ ആരാധനാലയത്തിൽ വരുന്നത് നമ്മുടെ ആൾക്കാരുണ്ടാക്കുന്ന മാത്രമൊന്നും ആയിരിക്കത്തില്ല ഈ പ്രോഡക്റ്റ്സ് ഒന്നും. സംഭവം വളരെ സിമ്പിളാണ്. പിന്നെ ഈ ഒരാൾ ജീവിക്കാൻ വേണ്ടി ഒരു പരിപാടി ചെയ്തു, ഒരു പടം വരച്ച് ജീവിക്കാൻ, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. അവർ കൃഷ്ണൻ്റെ പടം വരച്ചോട്ടെ, അവർ അതിന് വരുമാനം ഉണ്ടാക്കുകയല്ലേ, അവരുടെ ഒരു ഫാമിലി ജീവിച്ച് പോവുകയല്ലേ ചെയ്ത്. ഇപ്പോൾ അവരൊരു 17 ലക്ഷം രൂപയുടെ ഒരു വീടാണ് വെച്ചിരിക്കുന്നത്. 750ഓളം പടം വരച്ചിട്ടുണ്ട്. 750 പടത്തിന് ഇത്രയും പൈസ കിട്ടുമെന്ന് ചോദിച്ചു ചിലപ്പോൾ കിട്ടിയേക്കാം. ഒരു പടത്തിന് ഒരു വലിയ ഫ്രെയിമൊക്കെ ഒരു 3-4 എണ്ണമൊക്കെ ഒരു 10,000 രൂപയുടെ പോയി കഴിഞ്ഞാൽ തന്നെ എത്ര 1000-ൻ്റെ ഒരു 50-60 എണ്ണമൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മാസം എത്രയായി, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അത്രയൊക്കെ പോകുമ്പോൾ എത്രയായി. അവർക്ക് നല്ലൊരു വരുമാനം അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അത്രയും കണ്ട് തീർന്ന യഥാർത്ഥ പ്രശ്നമല്ല. ഇവിടെ കുറേ വർഗീയവാദികൾ അവരുടെ തലയിൽ കിടക്കുന്ന തട്ടത്തിൻ്റെ പേരിൽ അവർ കൃഷ്ണനെ വരച്ചു എന്നുള്ള പേരിലൊക്കെ കിടന്ന് ബഹളമായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ബഹളമായിരുന്നു. പിന്നെ ഇവർ സൈലൻ്റ് ആയിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. ആവശ്യമില്ലാതെ കയറി അതിന് മറുപടി കൊടുക്കുക. ഇവർ വരച്ച് അവരുടെ കുടുംബത്തിനറിയാമല്ലോ, ഇവർ കൃത്യമായ രീതിയിൽ മതപരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അത് ആ സ്വന്തം മതം ഫോളോ ചെയ്തുകൊണ്ട് കൃഷ്ണൻ്റെ ഒരു പടം വരയ്ക്കും. ഇവിടെ എത്രയോ ആൾക്കാർ യേശു ക്രിസ്തുവിൻ്റെയൊക്കെ നല്ല രീതിയിൽ ഫോട്ടോസ് വരച്ച് വിൽക്കുന്നുണ്ട്. മറ്റു പല മതത്തിലും അവരാരും ഇതുപോലെ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതിന് മറുപടി കൊടുക്കുക, അതിന് അങ്ങനെ ചെയ്യുക, ഇങ്ങനെ വിടുക, പിന്നെ സ്വന്തം മതം വിടുക, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്, ഞാൻ പറയുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയ വന്നിട്ട് ബഹളം ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ പോയിട്ട് കേക്ക് മുറിക്കുന്ന കലാപരിപാടിയൊക്കെ ചെയ്യുക, അതൊക്കെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടായെന്നുള്ളതാണ്. വളരെ സൈലൻ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് അവർ കൃഷ്ണൻ്റെ പലതരത്തിലുള്ള ഫ്രെയിം, ഇപ്പം നമ്മളിപ്പം ഗുരുവായൂർ അമ്പലത്തിനകത്ത് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ അവർ ഫ്രണ്ട് വന്നിട്ട് അവരൊരു പരസ്യമാണ് ചെയ്തത്. അതുപോലും ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലായി. അവരെന്താണ് ഒരു തട്ടമൊക്കെ ഇട്ടിട്ട് ഒരു മുസ്ലിം പെൺകുട്ടി ഒരു കൃഷ്ണൻ്റെ പടം വരച്ച് നല്ല രീതിയിൽ ഒരു ഫ്രെയിം ചെയ്തിട്ട് ഇങ്ങനെ വന്ന് നിന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ പരസ്യം ഉണ്ടായിരുന്നു. ആ പരസ്യം ഇവിടെ പലർക്കും മനസ്സിലായില്ല. ബിസിനസ് എന്നുള്ള രീതിയിൽ ഇവിടെ ആർക്കും മനസ്സിലായില്ല. ഇവിടെ പല ആൾക്കാരും തട്ടമിട്ട് ഞങ്ങളുടെ മതത്തിൽപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് കൃഷ്ണനെ വരച്ചു എന്നുള്ള ബഹളം വെച്ചു. സത്യത്തിൽ അവർ ചെയ്തത് എന്താണ്, തട്ടമിട്ടൊരു പെൺകുട്ടി കൃഷ്ണൻ്റെ പടം വരച്ച് വിൽക്കുന്നു. അതിൽ നിന്ന് നല്ലൊരു വരുമാനം അവരുടെ ഫാമിലിയിലേക്ക് എത്തേണ്ടതാണ്. ഇവിടെ കുറേ ആൾക്കാർ ബഹളം വെച്ച് അല്ലമ്പുണ്ടാക്കി കച്ചറ ഉണ്ടാക്കി കളഞ്ഞു എന്നുള്ളതാണ് സത്യം. എന്തിനു വേണ്ടി? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം ഓരോ ടൂറിസ്റ്റ് ഏരിയ നോക്കുക, ഇപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ നോക്കുക, അമ്പലമാവട്ടെ പള്ളിയാവട്ടെ എവിടെയെങ്കിലും ഒക്കെ ഇതിൻ്റെ ഒരു കോർണറിൽ എല്ലാ മതത്തിൽപ്പെടുന്ന ആൾക്കാരുടെ കട കൊണ്ടിടും. എന്തിന്? അവിടെ വരുന്ന ഭക്തരുടെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങൾ മേടിക്കാൻ നേരത്തെ അവർക്ക് വരുമാനം കിട്ടും. എവിടേക്ക് വരുന്ന ഭക്തരാ? അമ്പലത്തിലേക്കോ പള്ളിയിലേക്ക് വരാൻ നേരത്തെ അവരുടെ പോക്കറ്റ് ഇരിക്കുന്ന പൈസ നമ്മൾ മേടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല. അങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ പറ്റുമോ ഈ നാട്ടിൽ? അങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ പറ്റിയേ? ഒരു കാര്യമില്ലാതെ തലയ്ക്ക് മതം പിടിച്ച് കുറച്ച് ആൾക്കാർ വന്നിട്ട് ബഹളം വെച്ചു. അവരുടെ കച്ചവടം
ഇതിലേ അങ്ങോട്ട് കയറി പോകണ്ടേ, അങ്ങ് താത്തു. ഇവർക്ക് മാനസികമായിട്ട് അവരെ തകർത്തു, സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു, ആക്ഷേപിക്കുന്നതിന് ഒരു പരിധി ഇല്ലാതാക്കി, അപമാനിച്ച് ഞാനിപ്പോൾ നോക്കാൻ ഇവരുടെ കമൻറ്റ് ബോക്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലായാലും പള്ളിക്കാട്ടിലായാലും പൊന്നു മോളെ ഖബർ ശിക്ഷ അതുണ്ടാകും, മഹാന്മാർ വാവിട്ട് കരഞ്ഞത് ഖബറിടം ഓർത്ത് മാത്രമാണ് എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ വരയ്ക്കാതെ മാറിയിരുന്ന് കൊടുക്കും. നിങ്ങൾ ഈ കമൻറ്റ് ഇട്ടാൽ മാസം ഒരു എമൗണ്ട് അയച്ചു കൊടുക്കും. അപ്പം അവർ ബിസിനസ് അല്ലേ ചെയ്തത്, നിങ്ങൾക്ക് ബോധമില്ലേ അവർ ചെയ്തത് കച്ചവടം. ഇവിടെ ഭർത്താവിന്, ഫാമിലിക്ക്, അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ ഇവർക്കല്ലാത്ത പ്രശ്നം നമുക്കെന്തിന്? സത്യമാണ്, അവർക്ക് സ്വന്തം വീട്ടിലെ ആൾക്കാർക്ക് ഇല്ലാത്ത പ്രശ്നമാണ്. ഇസ്ലാമായി ജനിച്ച് മരിക്കാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടില്ല. എന്തായാലും നിന്റെ തീരുമാനം നല്ല മുസ്ലിങ്ങൾക്ക് സന്തോഷം എന്നുള്ള രീതിയിലാണ്. പിന്നെ നിങ്ങൾ എന്താ പേയ്മെൻറ്റ് അയച്ചു കൊടുക്കാഞ്ഞ്? അവർ വീട്ടിൽ ഇരുന്ന് തന്നെയല്ല, ഒരു പടം വരയ്ക്കത്തില്ലായിരുന്നല്ലോ. അവർക്ക് ആ വരയ്ക്കാനുള്ളൊരു കഴിവുണ്ട്, ആ കഴിവ് മാക്സിമം അവർ യൂസ് ചെയ്തു, അതിൽ നിന്നൊരു വരുമാനമുണ്ട്. ഇപ്പോൾ ഒരു വീട് വെച്ചു, നല്ല കാര്യമല്ലേ അത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അമ്പലത്തിൻ്റെ സൈഡിൽ മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരെല്ലാം പലതരത്തിലുള്ള കടകൾ നടത്താറുണ്ട്, ഉത്സവമായി ബന്ധപ്പെട്ട് കടകൾ നടത്താറുണ്ട്, അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ നടത്താറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നടത്തരുതെന്ന് നിങ്ങൾ പറയണം, അപ്പോൾ കച്ചവടം പൂട്ടില്ലേ? അപ്പോൾ ഇത് സ്ത്രീ ആയതുകൊണ്ടാണ് ഇവിടെ പലർക്കും പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ഞാൻ മനസ്സിലായി. കുട്ടി, നീ എങ്ങനെ ഏത് മതത്തിൽ ജീവിച്ചാലും ഇവിടെ ഒരാൾക്ക് ഒരു പ്രശ്നവുമില്ല, താങ്കൾക്ക് എങ്ങനെയും ജീവിക്കാം, ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. നിങ്ങൾ കമൻറ്റ് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യം? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും മതത്തിൽ വിശ്വസിച്ച് സഹജീവികളെ സ്നേഹിച്ച് ജീവിക്കുക, അത്ര ഉള്ള കാര്യം. എപ്പോഴും ഞാൻ കാണാറുള്ള ചാനലാണിത്. ഇന്നു മുതൽ കാണില്ല, കാരണം ആ പെൺകുട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വീടിൻ്റെ പേര് കണ്ണാപ്പി എന്ന നല്ലത്, കണ്ണാപ്പിയാണ് ഈ വീടിൻ്റെ നാഥൻ. സംഭവം മനസ്സിലായി? ഇതാണ് പക്ക മറിക്കിയത്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ തട്ടം കണ്ടുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇവർ വരയ്ക്കുന്ന കൃഷ്ണനെ വരച്ചുകൊണ്ട് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഈ കണ്ണാപ്പി എന്ന് വിളിക്കുന്നത് എന്താ വെച്ചാൽ, ആ ഇൻ്റർവ്യൂവിനകത്ത് അവർ പറയുന്നുണ്ട് മയിൽപ്പീലി എന്നോ മറ്റോ അവരുടെ വീടിന് പേര് ഇടണമെന്ന് ഒരാഗ്രഹം അവർ പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ടാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിക്കാണോ വർക്ക് ചെയ്താൽ ഈ കമൻ്റ് ഇടുന്നവർക്കാണോ? ഇവരുടെ പ്രശ്നം സ്വന്തം മതത്തിൽപ്പെടുന്ന ഒരു പെൺകുട്ടി കൃഷ്ണൻ്റെ പടം വരച്ചു, അതാണ് ഇവർക്ക് സഹിക്കാൻ പറ്റാത്തത്. ആ സഹിക്കാൻ പറ്റാത്തവർക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ കൃഷ്ണൻ്റെ പടം വരച്ചു, അപ്പോൾ ഈ പുള്ളിക്കാരൻ കണ്ണാപ്പി എന്നുള്ള രീതിയിൽ പേരിട്ട് വിളിക്കും. കൃഷ്ണൻ്റെ പടം വരച്ചു, കണ്ണാപ്പി വീടിൻ്റെ നാഥൻ. ഇവിടുത്തെ പ്രശ്നം എന്താ? പ്രശ്നം ആദ്യം തന്നെ ഞാൻ പറയാം, ജസ്ന സലീം കൃത്യമായ രീതിയിൽ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവർ ആദ്യമേ ചെയ്തത് എന്താണ്? അവർ കൃഷ്ണൻ്റെ ഒരു പടം വരച്ചു, അവരുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ അത് വിൽപ്പനയ്ക്ക് വെച്ചു, തട്ടവിട്ടുകൊണ്ട് വിൽപ്പനയ്ക്ക് വെച്ചു. അവർ മതം മാറിയിട്ടല്ല അത് ചെയ്ത്, കൃഷ്ണൻ്റെ പടം വരച്ച് അതൊരു ജീവിതമാർഗ്ഗമാക്കിക്കൊണ്ട് ചെയ്തു. അത് കണ്ടിട്ട് കുറേ ആൾക്കാർ ഇഷ്ടപ്പെട്ടു, മേടിച്ചു, അതിൽ നിന്നൊരു വരുമാനം അവർക്ക് ലഭിച്ചു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ കുറേ മതം തലയ്ക്ക് പിടിച്ച് കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ മതത്തിൽപ്പെടുന്ന ഒരു പെൺകുട്ടി കൃഷ്ണൻ്റെ പടം വരച്ച എന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി, സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിക്കാൻ തുടങ്ങി, അപമാനിക്കാൻ തുടങ്ങി. അവസാനം ഇതിന് മറുപടി പറയാൻ തുടങ്ങി. ഇതാണ് ഇവർ ചെയ്തത് തെറ്റ്. ഇവർ മറുപടി പറയാൻ തുടങ്ങി. ഇവർ കുറേ വീഡിയോ ഇടാൻ തുടങ്ങി, മറുപടി പറയാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, ബഹളം വെക്കാൻ തുടങ്ങി. അമ്പലത്തിൽ പോയിട്ട് കേക്ക് മുറിക്കുന്ന വളരെ സൈലൻ്റ് ആയിട്ടിരുന്നുകൊണ്ട്, ആരെന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ വളരെ സൈലൻ്റ് ആയിട്ട് അവരുടെ വിവാദത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവർ കൃഷ്ണൻ്റെ പടം വരയ്ക്കാനാണ് കഴിവ്. വരയ്ക്കട്ടെ, അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ മേടിക്കുന്നു, അതിൽ നിന്നൊരു വരുമാനം കിട്ടട്ടെ, നല്ല കാര്യമല്ലേ? കൃഷ്ണൻ ഒരു ദൈവത്തിൻ്റെ പടം വരച്ചിട്ട് അതിൽ നിന്ന് ഒരാൾക്ക് ആഹാരം കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ? പെൺകുട്ടിയെ ഇന്നത്തെ ഈ 2025 കാലഘട്ടങ്ങളിലും ആൾക്കാർ വേട്ടയാടുന്നു. ഇപ്പോഴും ഞാൻ പറയാം കൃത്യമായിട്ട്, അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടത് ജസ്ന സലീം. പക്ഷേ അവർ ഓവറായിട്ട് റിയാക്ട് ചെയ്തു, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടായി, അവർ പലതരത്തിലുള്ള വിവാദങ്ങളിൽ വന്ന് പെട്ടു. റിയാക്ട് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും അവർക്ക് ഒരു പക്ഷേ ഇപ്പോൾ 17 ലക്ഷത്തിൻ്റെ വീടാണ് വെച്ചത്, അവർക്ക് കുറച്ചും കൂടെ വലിയ രീതിയിൽ വലിയ ക്യാൻവാസിലേക്ക് ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഭക്തർ എന്നൊക്കെ പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ കോണിലുണ്ട്. അവിടെ നിന്നൊക്കെ വലിയ രീതിയിൽ ഓർഡർ കിട്ടിയാൽ വലിയ രീതിയിൽ വരുമാനമാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പോഴും അവർ ചെയ്യേണ്ടത് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇനിയെങ്കിലും മിണ്ടാതിരുന്നിട്ട് കൃഷ്ണൻ്റെ പടം വരയ്ക്കാനാണ് അവർക്കിഷ്ടം. നന്നായിട്ട് വരച്ചിട്ട് ലോകത്തുള്ള ആൾക്കാരെല്ലാം ഇത് കാണുന്നുണ്ട്, വീട്ടിൽ വെക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അവർ പണം എത്ര വേണമെന്നുണ്ടെങ്കിൽ കൃഷ്ണന് കൊടുക്കും, അവരുടെ വിശ്വാസമാണ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അതൊരു വരുമാനമാർഗ്ഗം അങ്ങനെ പോയായിരുന്നെങ്കിൽ അവർക്ക് ഇതിലും കൂടുതൽ സമ്പാദിക്കാമായിരുന്നു. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇവരെ വിമർശിക്കുന്നത് തീർച്ചയായിട്ടും വർഗീയവാദികളാണ്. അതായത് എൻ്റെ മതത്തിൽപ്പെടുന്ന പെൺകുട്ടി കൃഷ്ണനെ വരയ്ക്കരുത്, അതിൻ്റെ വിഷയമാണ് വർഗീയത. എൻ്റെ മതത്തിൽപ്പെടുന്ന പെൺകുട്ടിയിൽ തട്ടിട്ടുകൊണ്ട് കൃഷ്ണനെ വരയ്ക്കരുത്, ഇതിൻ്റെ ഒരു വർഗീയത എന്നാണ്. ആ വർഗീയത ഇവിടെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാകുന്നെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒരു കമൻറ്റ് ഇടുക.